ഹലോ ഗൈസ്, നമ്മളിന്ന് ബുഗാട്ടി ജ്വരം എടുത്തിട്ട് യൂറോപ്യൻ ലക്ഷറി കാറാണ്. അപ്പോൾ ഇത് സ്റ്റിയറിംഗ് വീലാണ്. അപ്പോൾ ഞാനൊരു പുതിയൊരു ഹോം മെയ്ഡ് സ്റ്റിയറിംഗ് വീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ജൈറോ മോഡിലിട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഇതപ്പോൾ എൻ്റെ ഈ സ്റ്റിയറിംഗ് കുറേ വട്ടം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരാളും നേരെ ഓടിക്കില്ല. എൻ്റെ അച്ഛൻ ഓടിക്കുന്നതല്ലേ ഇത് വെച്ചാൽ ഇതിനെ കാറെടുത്തവർക്ക് അപ്പോൾ എനിക്ക് സിമ്മ് നമുക്ക് മറ്റേത് സൈലൻ്റ് ആയിപ്പോയി. അപ്പോൾ അതിന് വേറെ എല്ലാം നമുക്ക് ഇത് തന്നെ അവിടെ ചോദിക്കില്ല. അതായത് വേറെ വീഡിയോ കമൻറ്റ് പറഞ്ഞെങ്കിൽ ഇടാം. അതായത് വീഡിയോ വേറെ സൈലൻ്റ് അല്ലാത്തത് വേണമെങ്കിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രങ്ക് അടയ്ക്കാം. ഓക്കെ, കാറിന് അതിൻ്റെ മുകളിലോട്ട് കയറ്റാം. അത് നമ്മൾ ഡ്രോൺ കയറ്റി. അപ്പോൾ നമ്മൾ ഡ്രോൺ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ പോകും. ഇതിൻ്റെ കണക്ഷൻ നിൽക്കുന്നതല്ലേ, നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റും. ഇങ്ങനെ കയറുന്നത് ഇതിന് മറ്റേ ഈ മോഡില്ല. അതായത് നമ്മൾ മാനായിട്ടുള്ള മോഡില്ല, ഈ പേഴ്സണായിട്ടുള്ള മോഡില്ല. ഉണ്ടാകുന്ന നമുക്ക് ഗൈസ് ഇവിടെ ഒരു ഇൻവിസിബിൾ ബാരിയർ എന്തോ ഉണ്ട് കേട്ടോ. അതെനിക്ക് മുകളിലോട്ട് പോകാൻ പറ്റുന്നില്ല. ഇത് നോക്കിയാണ് ഇവിടെ എത്തുമ്പോൾ അതങ്ങ് സ്റ്റക്കായി പോകുന്നു. ഉണ്ടോ, ഇവിടെ ഒരു ബാരിയർ ഉണ്ട് കേട്ടോ. ഉണ്ടോ, ഇങ്ങോട്ട് കയറുമ്പോൾ സ്റ്റക്കായി പോകും. നമ്മൾ ബാക്കോട്ട് പോകും. ഇതാണ് ഇതിൻ്റെ ഫോഴ്സ് വീട്. ഇത് വെള്ളത്തിനകത്ത് അയ്യോ ഇത് ഇങ്ങനെ ഉണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര പവർന്നവനാ ഇടിക്കാൻ. ഇവിടെ കൊണ്ടിട്ട്
എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, നമുക്ക് കാർ എടുത്തുകൊണ്ട് പോവാം. ഓക്കെ, റിവേഴ്സ് എടുക്കണം. ഫുള്ള് സ്റ്റിയറിംഗ് വീൽ ഫുള്ള് ചരിച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് കളയാം. എന്താ ഡ്രിഫ്റ്റ് ഡ്രിഫ്റ്റാണ്. അപ്പോൾ ഞാൻ റേസിംഗ് പോട്ടെ. ബെയറിങ്സ് ഒക്കെ ഒരു മാറ്റി. പിന്നെ അതിൽ ബാക്കിലൊക്കെ ഇതിനുള്ള ഫ്രീ വീൽ. അപ്പോൾ നമുക്ക് ആ ഫ്രീ വീൽ നമ്മൾ ഒരു ഹോൾ എണ്ണം ബോക്സിൽ അത്യാവശ്യം വലിയ ബോക്സ് ആയിരിക്കണം. പെയിൻ്റ് അടിക്കണമെങ്കിൽ പെയിൻ്റ് അടിക്കാം, അല്ലെങ്കിൽ ബ്ലാക്ക് സെലോ ടാപ്പ് എന്തെങ്കിലും ഒട്ടിക്കാം. ഇൻസുലേഷൻ ടാപ്പ് പാടായിരിക്കും മീൻസ്, കാരണം കുറേ ഇൻസുലേഷൻ ആണ്. അപ്പോൾ നമുക്ക് മറ്റേ ബ്ലാക്ക് ടേപ്പ് കിട്ടും, മറ്റേ ഫ്രെയിമിലൊക്കെ അങ്ങനത്തെ ബ്ലാക്ക് ടേപ്പ് എടുക്കണം. അപ്പോൾ അത് ഫുള്ള് കവർ ചെയ്യും. പിന്നെ നമുക്ക് വീല് ബോക്സിലൊരു ഹോൾ ഇട്ടിട്ട് ഈ സൈക്കിളിൻ്റെ ഡിസ്ക് ബ്രേക്ക് അങ്ങനത്തെ സാധനമൊക്കെ ഡിസ്ക് ബ്രേക്ക് ഒന്നും വേണ്ട. ഇത് ഇടാനുള്ള കല്ല് ബാക്കിലൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ ഊരിടും. അപ്പോൾ അത് ഊരിയെടുത്തിട്ട് അല്ലെങ്കിൽ അത് ഊരിയെടുക്കുന്നത് നേരത്തെ ചെറിയ ചെറിയ ബെയറിങ്സ് ഉണ്ട്. അപ്പോൾ ആ ബെയറിങ് ഇങ്ങനെ ഇതിനകത്തൂടെ പോകും. അപ്പോൾ നമുക്ക് ആ ബെയറിങ്സ് എടുത്തിട്ട് ആ ടയറിൻ്റെ ഫ്രീ വീലിൻ്റെ ക്ലച്ചും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ഇടയിലുള്ള ആ ക്ലച്ചിരുന്ന സ്ഥലത്ത് ആ ബെയറിങ്സ് എടുത്തിട്ട് നമ്മൾ ലോക്കാണ്. അത് അനങ്ങാൻ പാടില്ല. എന്നിട്ട് നമ്മൾ അത് ക്ലോസ് ചെയ്യും. അതായത് നമ്മൾ തിരിച്ചടച്ചിട്ട് ഒരു ചുറ്റിൽ എന്തെങ്കിലും ഇട്ട് അതിൻ്റെ പല്ലിൽ ചരിച്ചു വെച്ചിട്ട് അതിൻ്റെ പല്ലിൽ തട്ടി അതിനെ ഇളക്കണം. അപ്പോൾ അതങ്ങനെയാണ് ഇളക്കണം. അല്ലെങ്കിൽ ഇളക്കാതെ ഞാൻ ഇങ്ങനെ ഇളക്കിയത്. അപ്പോൾ അങ്ങനെ ഇളക്കിയിട്ട് ആ ഹോളിൻ്റെ ഇടയിൽ ടയർ വെക്കണം. അത്യാവശ്യം അതിൻ്റെ ആ ടയറിൻ്റെ ഫ്രീയിൽ ഇളക്കിയ സ്ഥലത്തിൻ്റെ വലിപ്പം ആയിരുന്നു. അപ്പോൾ അതിൽ എന്നിട്ട് നമ്മൾ ആ ഹോളിനകത്ത് ആ ഫ്രീ വീൽ വരുന്ന സമയത്ത് നമ്മൾ ആ ഫ്രീ വീലിനെ അതിലോട്ട് വെച്ച് ടൈറ്റ് ചെയ്യണം. അപ്പോൾ അത് ബോൾട്ട് പോലെ ആവുമല്ലോ. അപ്പോൾ എന്നിട്ട് നമ്മൾ ഒരു നീളമുള്ള കമ്പി എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ആ ഫ്രീ വീലൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഇടയിലുള്ള ഹോള് ഉണ്ടല്ലോ, അപ്പോൾ ആ ഹോളിൻ്റെ ഇടയിൽ കൂടെ ഒരു കമ്പി വെച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ ഒരു ഹോൾട്ട് ഇടാണ്. അപ്പോൾ എന്നിട്ട് നമുക്ക് അതായത് നമ്മളെ എന്താ പറയുക ബൈക്കിലൊക്കെ വയ്ക്കുന്ന അത് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കറക്റ്റായിട്ട് ഫോൺ വയ്ക്കാനുള്ളത്. അപ്പോൾ ഞാൻ വെച്ചൊരു ടെലസ്കോപ്പിൽ ഫോട്ടോ എടുക്കാനുള്ള മൊബൈൽ ഫോൺ ഹോൾഡർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. നമുക്ക് അത് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഫോൺ വെച്ചിട്ട് നമ്മൾ ഏത് ഗെയിമാണെന്ന് പറയുന്നത്. ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് യൂറോപ്യൻ വെർഷനിൽ
250 260 കറക്റ്റ് 260 എവിടെയെങ്കിലും പണിയൊക്കെ പാളി നമ്മൾ തിരിച്ചു ഒന്നുകൂടെ സ്റ്റിയറിംഗ് വീലിൻ്റെ മോഡ് മാറ്റിയിട്ട് നമുക്ക് ഈ നമ്മുടെ ബട്ടൺസാണ് നമുക്ക് സ്റ്റിയറിംഗ് വീല് ഗെയിമിലുള്ള സ്റ്റിയറിംഗ് വീൽ ഇടാം ഗൈസ് എന്നിട്ട് ഓക്കെ ഞാനിപ്പോൾ ഗെയിമിലുള്ള സ്റ്റിയറിംഗ് വീൽ ഇട്ടേക്കാം ഓക്കെ നമുക്ക് ഗെയിമിലുള്ള സ്റ്റിയറിംഗ് വീൽ ഇട്ടിട്ട് നമുക്ക് സ്പീഡ് ടെസ്റ്റ് ചെയ്യാം ബട്ടൺസ് തന്നെ മതിയല്ലേ ബട്ടൺസാണ് ഇത്തിരി കൂടെ ഓക്കെ ഞാൻ സ്റ്റിയറിംഗ് വീലിലാണ് എൻ്റെ ഫോൺ വെച്ചേക്കണം അതുകൊണ്ട് സ്റ്റിയറിംഗ് വീൽ തന്നെ വീണ്ടും വീണ്ടും തിരിച്ചോണ്ടിരിക്കും ഓക്കെ നമുക്കിനി ഇതിട്ടോടിക്കും ഇത് നല്ല കൺട്രോളുണ്ട് ഇരുന്നൂറ് അടിച്ചു നമ്മൾ 299 കാർ പെട്ടെന്ന് ഇരിക്കട്ടോ എന്തായാലും 300 അടിക്കുന്നു പറഞ്ഞു കാരണം 299 ഇതിനെ വിശ്വസിക്കുന്നെങ്കിൽ അറിയാൻ പോകുന്നത് കറക്റ്റ് 299 അപ്പോൾ നമ്മൾ ചാലഞ്ച് വീണ്ടും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ സൈലൻ്റ് ഉള്ളവരാർക്കും മനസ്സിലായില്ല അപ്പോൾ നമ്മുടെ സ്പീഡോമീറ്ററിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ലെങ്കിൽ ഈ ഒരു തലമുറ അപ്പോൾ ഇതിലുണ്ട് മുന്നൂറടിക്കണം അപ്പോൾ ഒന്നുകൂടെ മുന്നൂറടിക്കണം ഒരു 315 അടിക്കുന്നു മെട്രോ കുറേ അടിച്ചിട്ടാണ് പെട്ടെന്ന് സ്പീഡ് നോക്കിയാൽ എന്തായാലും ഐഡിയ ഇല്ലെങ്കിൽ നല്ലതാണ് കാരണം അവിടെ നമുക്ക് 100 പോലും പറയില്ല 295 300 അടിച്ചു നമ്മൾ സ്പീഡ് നോക്കിയോട്ട് 330 ഇതിപ്പോൾ മൂന്നാമത്തെ നമ്മളെ ഹീറോൻ്റെ ടോപ്പ് സ്പീഡ് നോക്കിയിട്ടുണ്ട് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 400 പോകും പക്ഷേ 400-ന് ഈ മാപ്പിൻ്റെ വലിപ്പം ചെറുതാണ് നമ്മൾ 400 അടിക്കും ഇനിയും വലിയ മാപ്പാണ് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഇങ്ങനെ ഇടുന്നുണ്ട് അതായത് റോബ്ലോക്സിൽ ലൈറ്റ് എന്ന് പറയുന്ന RP-ആണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത് അതുപോലെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ ഗൈസ്